ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് നിർവഹണത്തിൽ സംസ്ഥാനത്ത് 3ാം സ്ഥാനത്തെത്തിയതായി പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ. കഴിഞ്ഞ വർഷം 14ാം സ്ഥാനത്തായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത്. പഴയ പത്രവാർത്തയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഇപ്പോഴും ജില്ലാ പഞ്ചായത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ദുഷ്പ്രചരണം നടത്തുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം മാർച്ചിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ 14ാം സ്ഥാനമായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്. ഇതിന് പ്രധാന കാരണം കല്ല് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് മൂലം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാതെ വന്നതാണ്. ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് മുഴുവൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ 3ാം സ്ഥാനത്തേക്ക് ജില്ലാ പഞ്ചായത്തിനെ എത്തിക്കാൻ സാധിച്ചതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ പറഞ്ഞു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഇന്ന് അതിൻ്റെ ഫണ്ട് നിർവഹണത്തിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയെന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കുവാൻ കാരണം നമുക്കറിയാം, ഇടുക്കി ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ മാർച്ച് അവസാനം നമ്മുടെ ഫണ്ട് വിനിയോഗത്തിൽ 14ാം സ്ഥാനത്താണ് നിലനിന്നിരുന്നത്. അതിന് വലിയ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇടുക്കി പ്രകൃതി രമണീയമാണ് എങ്കിൽ പോലും ഇടുക്കിയിൽ നമുക്കറിയാം പാറമടകളുടെ അപര്യാപ്തത മൂലം നിർമ്മാണ മേഖലയിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്തിലെ ജീവനക്കാരും ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഈ സംസ്ഥാനത്തെ 3ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം, നമുക്ക് ഇവിടെ കുറേ സോഷ്യൽ മീഡിയയിൽ കൂടെ പഴയ പത്രഘട്ടം എടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെയും അതിന് നേതൃത്വം നൽകുകയും നിരന്തരം വിമർശിക്കുന്ന, കളിയാക്കുന്ന ഒരു രീതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 14ാം സ്ഥാനത്തിരുന്ന ജില്ലാ പഞ്ചായത്ത് 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് പൂർണ്ണമായിട്ട് വിനിയോഗിക്കണം, അത് നാടിൻ്റെ ആവശ്യമാണ് എന്ന വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഒത്തുമിച്ച് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ 1ാം സ്ഥാനത്തേക്ക് വരുവാൻ വേണ്ടി വളരെ യജ്ഞമാണ് നടത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് ഈ യഥാർത്ഥ സത്യം അറിയാതെ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന എൻ്റെ സ്നേഹിതരെ അതൊന്ന് പിന്മാറണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കായകൽപ്പ അവാർഡ്, ആർദ്ര കേരളം പുരസ്കാരം തുടങ്ങിയ നേട്ടങ്ങളിലേക്കും ജില്ലാ പഞ്ചായത്ത് എത്തിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ പഴയ വാർത്തകളും ആരോപണങ്ങളും കുത്തിപ്പൊക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ ജില്ലാ പഞ്ചായത്തിനെയും ഇതിൻ്റെ സാരഥികളെയും അവഹേളിക്കുന്നവർ ഈ നടപടിയിൽ നിന്നും പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അണക്കര.